ഇനി വരുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ വാഗ്ദാനങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയാണ് പിണറായി വിജയൻ. അത്തരത്തിൽ പിണറായി വിജയൻ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ, ശമ്പള കുടിശ്ശിക അടക്കം നൽകാൻ പോകുന്നു, DA അടക്കം നൽകാൻ പോകുന്നു. മറ്റൊന്ന്, ആശാവർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. വലിയ കാര്യമാണ് ഇതൊക്കെ. കൂടാതെ ക്ഷേമ പെൻഷൻ 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 2000 രൂപയിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. അതായത് ഇവിടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് ഈ നമ്മുടെ പൊതുകടമാണ്. ഇപ്പോൾ പൊതുകടം എന്ന് പറയപ്പെടുന്ന 6 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ അവർ നിറവേറ്റാൻ പോകുന്നത്? പ്രഖ്യാപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു പ്രഖ്യാപനങ്ങളിലൂടെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 9 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പിണറായി വിജയൻ പെട്ടെന്ന് പാവങ്ങളെ ഓർമ്മിക്കുന്നു, പിന്നെ ഒരു പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം LDFൻ്റെ ഈ നയങ്ങളോടൊക്കെ BJPക്ക് മാത്രമല്ല കോൺഗ്രസിനൊക്കെ വലിയ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഈ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് VD സതീശനും രാജീവ് ചന്ദ്രശേഖരൊക്കെ വലിയ പത്രമാധ്യമങ്ങളോടൊക്കെ വലിയ വായിൽ സംസാരിച്ചുവെങ്കിലും അതിന് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പാവങ്ങളെ ഓർക്കുന്ന ഒരുതരം പുതിയ രോഗം, അത് ശരിയല്ല. ഇത് പുതിയതാണെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ എല്ലാ കാലാകാലങ്ങളായിട്ട് നടത്തുന്ന എല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാവങ്ങളെ ഓർത്ത് ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള ജയിച്ചവർ അധികാരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4.5 വർഷക്കാലത്തേക്ക് ഇവർ ഈ പറയുന്ന ജനങ്ങളെയൊന്നും അറിയാറില്ല. ശരി തന്നെയാണ്. അപ്പോൾ ഈ 6 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ എങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങൾക്ക് നിറവേറ്റുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം കൂടി ഈ പിണറായി വിജയൻ നൽകേണ്ടതാണ്. പക്ഷേ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഈ 2021 CPMൻ്റെ പ്രകടന പത്രികയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട കാര്യങ്ങളെല്ലാം. തിരഞ്ഞെടുപ്പിന് സത്യത്തിൽ ഇനി വെറും 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കയറി ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പറയുന്നത് പോലെ ഞങ്ങളിതാ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നു, ജനങ്ങളെ സഹായിക്കുവാനുള്ള എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളെയും ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ മാത്രം എല്ലാം ശരിയാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ ഭരണകാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ തന്നെ അവസാനത്തെ 4 മാസങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വാഗ്ദാനം നൽകിയപ്പോൾ പറഞ്ഞില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് പറയും, പക്ഷേ അത് പ്രവർത്തിക്കുന്നത് ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാകുന്ന 4 മാസ കാലയളവിൽ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ നടത്തി അതിനകത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നാണ്. ഇന്നലെ BJP ചോദിച്ചതുപോലെയാണെന്നുണ്ടെങ്കിൽ PM കിസാൻ മുതൽ PM ആയുഷ് വരെയുള്ള പദ്ധതികൾ 1-ാം ദിവസം മുതൽ ഏകദേശം 11-ാം വർഷം വരെ, വർഷത്തിൽ 365 ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ നടപ്പിലാക്കി പൊതുരംഗത്ത് അത് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് കേരളത്തിലേത് എന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പ് സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ആരോഗ്യ മേഖലയിൽ നിന്നുള്ള പണം പെൻഷന് വേണ്ടിയിട്ട് വകമാറ്റുന്നു, പട്ടികജാതി ക്ഷേമത്തിനുള്ള പണം എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരായിട്ടുള്ള ഇടനിലക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ട് വകമാറ്റുന്നു, വീട്, വെള്ളം, സ്കൂളുകൾ എന്നിവയ്ക്കൊക്കെയുള്ള പണമെന്ന് പറഞ്ഞാൽ പലിശ അടയ്ക്കാൻ വരെ വകമാറ്റുന്ന തരത്തിലേക്ക് ഈ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ പൊതുകടം, റെക്കോർഡ് കടത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ വാഗ്ദാനവും പാലിക്കപ്പെടാൻ സാധ്യതയില്ലെങ്കിൽ കൂടിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് നടപ്പിലാക്കേണ്ട, ഇവിടെ ജനങ്ങളെ ഒരിക്കൽ കൂടി മണ്ടന്മാരാക്കാം, കബളിപ്പിക്കാം, എന്നിട്ട് 3ാമതൊരു വട്ടം കൂടി നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയാകാമെന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് ഇവിടുത്തെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ കേന്ദ്രം പണം നൽകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായിക്ക് പാവങ്ങളെ സഹായിക്കുവാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ
ഈ 70 കഴിഞ്ഞ എല്ലാ മലയാളികൾക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ ആയുഷ് ഭാരത് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറയപ്പെടുന്നൊരു പരിപാടിയുണ്ട്. അതിലേക്ക് ആ പരിപാടി എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ പരിപാടിയിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം അങ്ങോട്ട് മാറ്റുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ഈ പദ്ധതി, ആയുഷ്മാൻ പദ്ധതി എന്ന് പറയപ്പെടുന്ന പദ്ധതി പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്, അവർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടതില്ലേ? അത് പലവട്ടം ഈ 70 വയസ്സ് കഴിഞ്ഞവരുടെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഒന്നും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് BJP അടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേക കേന്ദ്ര ധനസഹായം വേണ്ട, അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ധനസഹായങ്ങൾ വളരെ കൃത്യമായിട്ട് കേന്ദ്രം തന്നെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? 2018 പാവപ്പെട്ടവർക്കായിട്ട് 5 ലക്ഷം രൂപ വരെ പ്രതിവർഷ ചികിത്സാ സഹായ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ 60% കേന്ദ്ര ഫണ്ടും ബാക്കി സംസ്ഥാന ഫണ്ടുമായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കുവാനും നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പദ്ധതി പ്രകാരമുള്ള കേന്ദ്ര സഹായം ഉപയോഗിച്ചുകൊണ്ട് ആയുഷ്മാൻ ഭാരത് കാസ്പ്, അതായത് കാരുണ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയപ്പെടുന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ട കുടുംബത്തിലെ എല്ലാവർക്കുമാണ് ഈ 5 ലക്ഷം രൂപ എന്ന് പറയപ്പെടുന്നത് നൽകുന്നത്. ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആണത് ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതി അനുസരിച്ചിട്ടാണ് ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ അധിക കവറേജ് നൽകുവാനുള്ള ഒരു പദ്ധതി ഉപാധിരഹിതമായിട്ട് ലഭിക്കും, അല്ലെങ്കിൽ ഉപാധിരഹിതമായിട്ട് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിനായിട്ട് ആയുഷ്മാൻ ഭാരത് കാർഡിന് പുറമേ ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് എന്നൊരു കാർഡ് കൂടി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഈ വരുമാന പരിധിയൊന്നും ഒരു ബാധകമുള്ള കാര്യമല്ല. പക്ഷേ ഇത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇതിന് പകരമായിട്ട് ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെ ഈ വന്ദന കാർഡും അക്ഷയ സെൻറ്ററുകളിൽ നിന്ന് എടുക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നും ഇവിടെ നടപ്പിലാക്കുവാനോ ഈ പദ്ധതികൾ ഇവിടെ കൊടുക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടാണെന്ന് കൂടി പറയട്ടെ. ഇവിടെ സംസ്ഥാനത്ത് ഏകദേശം 70 വയസ്സ് പിന്നിട്ടവരെന്ന് പറയപ്പെടുന്ന പുരുഷന്മാർ 11.52 ലക്ഷം പേർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. പക്ഷേ അത് നൽകിയിട്ടില്ല. 14.42 ലക്ഷം സ്ത്രീകൾക്ക്, 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ ഇത്തരത്തിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിൻ്റെ സാങ്കത്യം ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ പോയാൽ തന്നെ അതിനകത്ത് എത്രത്തോളം സാധ്യതയുണ്ട്, ഇനി മുന്നിലോട്ട് പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്, ഇപ്പോൾ നടക്കുന്ന പദ്ധതികൾ തന്നെ വിജയിപ്പിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ക്ഷേമ പദ്ധതികളടക്കം എന്തിനു വേണ്ടിയിട്ടാണ് പ്രഖ്യാപിച്ചത്? ഇതെല്ലാവർക്കും അറിയാം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഒന്നുകൂടി അധികാരത്തിലെത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി ഇതൊക്കെ കൂടാതെ തന്നെ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു 10,000, 12,000, 15,000 കോടിയിലധികം രൂപ അധികമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 6 ലക്ഷം 6.5 ലക്ഷത്തിലേക്ക് പൊതുകടം എത്തുകയും ഇനിയും കടമെടുത്ത് ബാക്കിയുള്ള മേഖലകളിൽ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ഏകദേശം 15,000 കോടിയിലധികം രൂപ വേണ്ടി വരും. ആ 15,000 കോടിയിലധികം രൂപ എവിടെ നിന്നായിരിക്കും കണ്ടെത്തുക? ഇനിയും വരാൻ പോയി. ഇപ്പോൾ ഇതുവരെ ബഡ്ജറ്റ് വന്നിട്ടില്ല. പുതിയ ബഡ്ജറ്റ് വരുമ്പോഴത്തേനും അതിനകത്ത് അധിക നികുതി കൊണ്ടുവരും. അധിക നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മാർച്ചിന് മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ഇടക്കാല ബഡ്ജറ്റായിരിക്കും. ആ ബഡ്ജറ്റിനകത്ത് വലിയ ബാധ്യതകളൊന്നും കൊണ്ടുവരില്ല. പക്ഷേ പകരം ഇവരെ ഓരോ വർഷത്തേക്കും സെസ് കൂട്ടിക്കൊണ്ടിരിപ്പുണ്ട്. കാലാകാലങ്ങളിൽ സെസ് കൂട്ടുന്നുണ്ട്, ഈ നിരക്ക് വർധനവ് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ എന്താണോ അടയ്ക്കപ്പെടേണ്ടി വരുന്നത് ടാക്സുകളാണ്, ആ ടാക്സുകളടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ടാക്സുകളടക്കം വർദ്ധിപ്പിച്ച് ഈ പറയുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ ഇത് കിട്ടുമ്പോൾ, ഇപ്പോൾ 2,000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ സന്തോഷമാകും. പാവപ്പെട്ടവർക്ക് കിട്ടുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ നമുക്ക് 2,000 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി. ഇന്ന് ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു, ഈ 2,000 രൂപ അല്ല ഒരു വീട്ടിലേക്ക് എത്തപ്പെടുന്നത്, ഏകദേശം 6,000-7,000 രൂപ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുത്തശ്ശിക്കും 2,000 വെച്ചിട്ട് അങ്ങനെ 4,000 രൂപ കിട്ടുന്നു. അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് 1,000 രൂപ അവരുടെ വിധവാ പെൻഷൻ പോലെ, സ്ത്രീകൾക്ക് നൽകുന്ന പെൻഷൻ പോലെ പുതിയ പദ്ധതി, അത് 1,000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതി ഉണ്ടാകുന്നു.
പിള്ളേർക്കുള്ള സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ 1000 വീതം, അങ്ങനെ 2000 രൂപ കിട്ടുന്നു. അങ്ങനെ 6000 7000 രൂപ വീതം ഒരു വീട്ടിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള നുണപ്രചരണം നടത്തുന്നത്. ഇനി ഇത് കൊടുക്കുന്നത് തന്നെ ഇരിക്കട്ടെ, ഈ കൊടുക്കണമെങ്കിൽ എവിടെ നിന്ന് ലഭിക്കും ഇതിനുള്ള സാമ്പത്തികം, ഇതിനുള്ള സോഴ്സ് എവിടെയാണ്? അതിന് ബാലഗോപാൽ പറഞ്ഞു ഞങ്ങൾ അതിന് വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ്. എവിടെ നിന്നാണ് ആ വഴി കണ്ടുവച്ചിട്ടുള്ളത്? അത് ജനങ്ങളുടെ മുകളിലേക്ക് വീണ്ടും അധിക ഭാരം അടിച്ചേൽപ്പിക്കുക എന്നതാണ് അവർ കണ്ടുവച്ചിരിക്കുന്ന വഴി. ഈ വരുന്ന ഫെബ്രുവരിയിൽ വരുന്ന ഇടക്കാല ബഡ്ജറ്റിൽ അവതരിപ്പിക്കില്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. ആ ബഡ്ജറ്റിനകത്ത് സമ്പൂർണ്ണമായിട്ടൊരു ബഡ്ജറ്റ് വരുമ്പോൾ അതിനകത്ത് അധിക നികുതി ഭാരം ഉൾപ്പെടെയുള്ളവ അതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ നമുക്ക് ആകെ പണം ലഭിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മദ്യവും ഒന്ന് ലോട്ടറിയുമാണ്. ഈ മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടിയാൽ പോലും ഈ പറയുന്ന നമ്മുടെ പൊതുകടം എന്ന് പറയപ്പെടുന്ന 6.5 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയും. ഈ 15,000 കോടി തന്നെ ഇനിയും എത്ര പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു, പുതിയ പദ്ധതികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല PM ശ്രീ വിവാദം ഉണ്ടാക്കിയെടുക്കുകയും PM ശ്രീ വിവാദത്തിൽ കത്ത് നൽകി അതിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന പല ഫണ്ടുകളും കട്ടാകും. അങ്ങനെ പല ഫണ്ടുകളും കട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, കേരളത്തെ നയിക്കുക, കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം എന്താണ്, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളാണെന്ന് പറയുന്നു. വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മുമ്പിലെത്തി ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ആൾക്കാരുടെ മേൽ വളരെ ശക്തമായ നിരക്ക് വർധന, ടാക്സ് വർധന ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഇനി ഇത് പരാജയപ്പെടുകയാണ്, LDF സർക്കാർ വരുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, LDF സർക്കാരിന് പകരം മറ്റൊരു സർക്കാർ വരുന്നു, UDF വരുന്നു എന്ന് വയ്ക്കുക. അങ്ങനെ UDF സർക്കാർ വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പദ്ധതികളൊന്നും നിങ്ങൾ നടപ്പിലാക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞ പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ സമരം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു പദ്ധതി കൂടി ഇവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ പ്ലാൻ എയും പ്ലാൻ ബിയും വെച്ചിട്ടാണ് ഇവിടെ ഇതിനകത്ത് പിണറായി വിജയൻ ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നതും ഇപ്പോൾ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ നടപ്പിലാകുമോ, നടപ്പിലാകില്ല, ഇതൊക്കെ പറഞ്ഞു പറ്റിക്കലാകായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ലഭിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷനുകൾ മാത്രമായിരിക്കും. അത് നാളെ മുതൽ, അതായത് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. കാരണം അങ്ങനെയാണ് പണ്ടും കിറ്റ് കൊടുത്തിട്ടാണ് 2021 തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയായിരിക്കും 2026 തിരഞ്ഞെടുപ്പിലും വിജയിക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളുടെ വർധനവ് എന്ന് പറയപ്പെടുന്നത് വെച്ചുകൊണ്ടായിരിക്കും. ഇനി ആകെ 3-4 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില ഗിമിക്കുകൾ കാണിച്ച് മനുഷ്യനെ പറ്റിച്ച് തട്ടിപ്പ് നടത്തി വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന വിജയൻ നടത്തിയ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ എന്ന് പറയപ്പെടുന്നത് പ്രഹസനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.